ഹായ് ഓൾ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നല്ല കിടിലൻ സിനിമ. നമ്മുടെ നാടൻ മിത്തുകൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ബ്യൂട്ടിഫുള്ളി മെർജ് ചെയ്ത ഒരു ഫീമെയിൽ സെൻട്രിക് സൂപ്പർ ഹീറോ സിനിമ. ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും തിയേറ്ററിൽ പോയി കാണണം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒന്നിൽ കൂടുതൽ തവണ ഈ സിനിമ കണ്ടതുകൊണ്ടും അതിൻ്റെ പുറത്തുള്ള എൻ്റെ ചില ഒബ്സർവേഷൻസും തോട്ട്സും ഒക്കെ സിനിമ കണ്ടവരുമായി ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് സിനിമ കാണാത്തവരാണെങ്കിൽ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ചന്ദ്ര എന്ന കള്ളിയങ്കാട്ട് നീലിക്ക് ഈ അമാനുഷിക ശക്തികളൊക്കെ ലഭിക്കുന്നത് ഒരു ഗുഹയിൽ വെച്ചിട്ടാണല്ലോ. നമുക്ക് ആ സിനിമ കാണുമ്പോഴേ അറിയാം, കേവലം വവ്വാല് കടിച്ചത് കൊണ്ട് മാത്രമല്ല നീലിക്ക് ആ ശക്തി ലഭിച്ചത്. അവിടെ തല പോയൊരു ഫീമെയിൽ വാരിയറിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്കാരവും വസ്ത്രധാരണവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്റ്റാച്യു ആയിരുന്നു അത്. അതാരുടെ സ്റ്റാച്യു ആയിരിക്കും? ഈ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സീനിൽ നിഷാന്ത് സാഗർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പറയുന്നൊരു പേരുണ്ട്, ഇഷ്തദർ. ആരാണ് ഇഷ്തദർ അല്ലെങ്കിൽ ഇഷ്തർ? ലോകത്തെ ഏറ്റവും പുരാതനമായ സിവിലൈസേഷനായ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ അതിൽ തന്നെ ഏറ്റവും പുരാതനമായ സുമേറിയൻ മിത്തുകളിലുള്ള ഒരു ഗോഡസ് ആണ് ഇഷ്തർ എന്ന് പറയുന്നത്. ഈ മെസപ്പൊട്ടോമിയൻ മിത്ത് പ്രകാരം ഒരു ഗ്രൂപ്പ് ഓഫ് ഗോഡ്സ്, അനുനാക്കി എന്ന പേരുള്ള ഒരു കൗൺസിൽ ഓഫ് ഗോഡ്സ് ആണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഹാർമണിയും ഓർഡറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതിൽ തന്നെ ഇഷ്തർ എന്ന ഗോഡസിനെ പലപ്പോഴും സ്നേഹത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും സമ്പുഷ്ടതയുടെയും ഒക്കെ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും ഷീസ് മച്ച് കോംപ്ലെക്സ് ആൻഡ് ലേയേർഡ്. പലപ്പോഴും ഇവരെ ഫുൾ സ്പെക്ട്രം ഓഫ് ഡിവൈൻ ഫെമിനിറ്റി എന്നാണ് പറയാറ്. സോഷ്യൽ ഓർഡറിൻ്റെയും പൊളിറ്റിക്കൽ പവറിൻ്റെയും കൂടെ ദേവതയായിരുന്നു ഇഷ്തർ. അതുകൊണ്ട് തന്നെ അവർക്ക് മനുഷ്യകുലത്തിൻ്റെ വഴികാട്ടിയാവണമെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ഈ അനുനാക്കികളെ പറ്റി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു തിയറി കൂടിയുണ്ട്. സക്കറിയ സിച്ചിൻ എന്നു പേരുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ 12th പ്ലാനറ്റ് എന്നൊരു പുസ്തകത്തിൽ നിബ്രു എന്നു പേരുള്ള ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന് ഒരു കൂട്ടം ഏലിയൻസ് ആണ് അനുനാക്കികൾ എന്നും ഇവരുമായിട്ടുള്ള കണക്ഷനാണ് മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യനിൽ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ ഉണ്ടാവാൻ കാരണമായതെന്നും ഇങ്ങനെ വാദിക്കുന്നുണ്ട്. പക്ഷേ ഇത് പൊതുവിൽ സ്യൂഡോ സയൻസ് ആയിട്ടും കോൺസ്പിറസി തിയറി ആയിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ സംഭവം ലോക സിനിമയുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ ടൈറ്റിൽ ട്രാക്കിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇതിനെ സാധൂകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് വന്നിറങ്ങുന്ന ഒരാൾ ഈ ഗുഹാമനുഷ്യർക്ക് തീ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. ഇയാളുടെ നെഞ്ചിൽ ഒരു ആനയുടെ സിമ്പൽ ഉണ്ട്. ഇയാളെ പലപ്പോഴും ഈ മനുഷ്യർ ഭയങ്കര വർഷിപ്പോട് കൂടി നോക്കുന്നതായിട്ടും ഈ സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിൽ പലപ്പോഴും കാണിക്കുന്നുണ്ട്. ഇതേ ആനയുടെ ചിഹ്നം തന്നെയാണ് മൂത്തോൻ്റെ ദണ്ടിലും ഉള്ളത്. സോ മൂത്തോൻ ഈ വന്നിറങ്ങി അയാളാവാനാണ് സാധ്യത. അതുപോലെ ഇഷ്തർ അനുനാക്കിയിലെ വാരിയർ ഗോഡസ് ആയതുകൊണ്ട് തന്നെ ആ പ്രതിമ ഇഷ്തറിൻ്റേതാവാനാണ് കൂടുതൽ സാധ്യത. ഓപ്പണിംഗ് സീനിൽ ചന്ദ്ര ഷൂട്ട് ചെയ്യാൻ വരുന്ന ഷൂട്ടറുടെ നെഞ്ചിൽ നമുക്ക് മൂത്തോൻ്റെ ദണ്ടിലുള്ള അതേ ആനയുടെ സിമ്പൽ കാണാം. അപ്പോൾ തന്നെ നിഷാന്തിൻ്റെ ഒരു ഡയലോഗും ഉണ്ട്, മൂത്തോന് നീ മകളെ പോലെ തന്നെയാണ്, അല്ലെന്ന് നീ ഒരിക്കലും വിചാരിക്കരുതെന്ന്. അതായത് മൂത്തോൻ്റെ ക്രെഡിബിലിറ്റിയിൽ നീലിക്കൊരു കൺഫ്യൂഷൻ വന്നൊരു പോയിൻ്റാണ് അതെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ശരിക്കും ആരാണ് ശരി, ആരാണ് തെറ്റ്, ഇഷ്തറാണോ മൂത്തോനാണോ എന്നൊരു കൺഫ്യൂഷൻ നീലിക്കുണ്ട്. അതേപോലെ തന്നെ തിയേറ്റർ വിട്ട് ഇറങ്ങിയപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാഴ്ചയായിട്ട് ലൂപ്പ് അടിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ പാട്ടിൻ്റെ ലിറിക്സ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. കുറച്ച് മെനക്കെട്ടോ എനിക്ക് ആ പാട്ടിൻ്റെ ലിറിക്സ് ഒന്ന് മനസ്സിലാവാൻ. ഒന്ന് മൂസിൻ പരാരിയുടെ തനതായ വാക്പ്രയോഗങ്ങൾ, 2 ജ്യോതി നൂറാനിയുടെ മുറി മലയാളത്തിലുള്ള ആലാപനം. പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വരികൾ ഇതാണ്: തനിലോക മുറക്കാരി, നരഭാവന ധിക്കാരി, പരലോകക്കാരി, വീണ ഭൂവിനുടയാളി, ഉലകത്തിൻ അമരത്തെ തലവത്തി തരമുത്തേ, കൊടി നീ നട്ടാൽ പിളർന്ന ലോകമൊന്നായി. അതായത് മറ്റൊരു ലോകത്തിൻ്റെ മുറക്കാരി, മനുഷ്യഭാവനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സിസ്റ്റത്തെയും ധിക്കരിക്കുന്ന ഒരുവൾ, മറ്റൊരു ലോകത്തിൽ നിന്ന് വന്ന് വീണുപോയ ഭൂമിയുടെ ഉടയാളി, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നൊരു തലവത്തി, അവൾ കൊടി നട്ടാൽ പിളർന്ന ലോകം ഒന്നാവും എന്നാണ് ഈ പറയുന്നത്. ഇത്രയും പറഞ്ഞത് എന്തായാലും നീലിയെക്കുറിച്ചോ മൂത്തോനെ കുറിച്ചോ അല്ല. സോ ഇറ്റ്സ് അബൌട്ട് ഇഷ്തർ. വരും ലോക സിനിമകളിൽ ഇവരിത് എങ്ങനെയായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതിൽ ഐ ആം വെരി എക്സൈറ്റഡ് ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റെയിൻ ഓഫ് ഇഷ്തർ. ഹൗ അബൌട്ട് യു?